കിറ്റിയുടെ ഒരു കൂട്ടുകാരിയായ സരിതയുടെ ഓഫീസിൽ അവളുടെ HIV സ്റ്റാറ്റസിന്റെ പേരിൽ മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് രണ്ടുപേരും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വരൂ നോക്കാം അടുത്തതായി എന്ത് സംഭവിക്കുന്നുവെന്ന്. സരിത, ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാന്റെ അടുക്കൽ പരാതി ബോധിപ്പിക്കാം. അതോടെ എല്ലാം ശരിയാകും. വേണ്ട ചേച്ചി, എന്ത് പരാതിപ്പെടാനാ? നമ്മളെപ്പോലുള്ളവരെ ആര് കേൾക്കാനാ? പിന്നെ അതിനുള്ള നെട്ടോട്ട മോഡലും അതിന്റെയൊക്കെ ചെലവ് വേറെയും സമയം പാഴാവുകയും ചെയ്യും. ഇതെല്ലാം എനിക്കറിയാം സരിത, പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, വിശ്വസിക്കേ. ശരി, അതെല്ലാം വിട്. നിനക്ക് രാജുവിനെ അറിയില്ലേ? വരൂ, അവൻ പറയുന്നത് കേൾക്കാം. ഒരു കാര്യം ചെയ്യ്, ഇന്ന് വൈകിട്ട് നമുക്ക് അവന്റെ വീട്ടിൽ വെച്ച് കാണാം. ശരി ചേച്ചി, അവിടെ കാണാം. അപ്പോൾ രാജു, ഇനി പറയേ, കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? ചേച്ചിക്ക് അറിയാമല്ലോ എത്ര കഷ്ടപ്പെട്ട ഗുഡിക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിയതെന്ന്. പിന്നീട് അവളുടെ സ്റ്റാറ്റസിന്റെ കാര്യം സ്കൂളിൽ എങ്ങനെയോ അറിയാനിടയായി. കുട്ടികൾ ഓരോന്ന് പറയാൻ തുടങ്ങി. ടീച്ചറിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും പെരുമാറ്റം നല്ലതായിരുന്നില്ല. ഒടുവിൽ ഒരു ദിവസം അവളോട് സ്കൂൾ ഉപേക്ഷിക്കാൻ വരെ പറഞ്ഞു. പിന്നെ താങ്കൾ എന്താണ് ചെയ്തത് രാജു ചേട്ടാ? എന്ത് ചെയ്യാൻ? കിറ്റി ചേച്ചി എന്നോട് HIV/AIDS ആക്ട് 2017 കുറിച്ച് പറഞ്ഞു. അതിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് HIV കാരണം എന്തെങ്കിലും വിധ വിവേചനമോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓംബുഡ്സ്മാന്റെ അടുക്കൽ പരാതിപ്പെടാമെന്ന്. ഞാൻ അവിടെ പരാതി ബോധിപ്പിച്ചു. പക്ഷേ അതിന് ഒരുപാട് പൊല്ലാപ്പുണ്ടായി കാണില്ലേ ചേട്ടാ? ഇല്ലില്ല. മറിച്ച് പരാതിപ്പെടുന്നതിന് നിരവധി രീതികളുണ്ട്. നമ്മുടെ സൗകര്യമനുസരിച്ച് രേഖാമൂലമുള്ള പരാതി തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി അയക്കാം. ഒപ്പം തന്നെ വെബ്സൈറ്റിൽ ഓൺലൈനായി അല്ലെങ്കിൽ ഫോൺ ചെയ്തും പരാതിപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ അവിടെ സ്വയം പോയിയും പരാതി ബോധിപ്പിക്കാം. എനിക്ക് വരാനും പോകാനും ഒന്നും സമയമില്ലാത്തതിനാൽ ഞാൻ കോൾ ചെയ്താണ് പരാതി ബോധിപ്പിച്ചത്. ഇങ്ങേയറ്റം അതിനുശേഷം അവർ പതിവായി പറയുന്നുമുണ്ട് പരാതി പരിഹരിക്കാനായി എന്ത് നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് ചേട്ടാ. പക്ഷെ അവർ നാട്ടുകാരോട് ഇത് പറഞ്ഞാലോ? സരിത, പരാതി രഹസ്യമായി സൂക്ഷിക്കും, അവർ എന്റെ സൂക്ഷിച്ചതുപോലെ. പക്ഷെ സമയം ഒരുപാട് എടുത്തു കാണുമല്ലേ? ആദ്യം എനിക്കും ഇങ്ങനെ തോന്നിയിരുന്നു, ഒരുപാട് സമയമെടുക്കുമെന്ന്. പക്ഷെ വിശ്വസിക്കൂ, എന്റെ പരാതിക്ക് എത്രയും വേഗം പരിഹാരമുണ്ടായി. ഗുഡി ഇപ്പോൾ ദിവസവും സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നുണ്ട്. ഇങ്ങേയറ്റം സ്കൂളുകാരോട് HIV/AIDS കുറിച്ച് കൂടുതൽ നന്നായി വിശദീകരിക്കുവാനായി ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് സെഷനും സംഘടിപ്പിച്ചു. കണ്ടില്ലേ സരിത, ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസത്തിനകം പരാതിക്ക് പരിഹാരമുണ്ടാവുമെന്ന്. പിന്നെ ആരോഗ്യ സംബന്ധമായ അടിയന്തര ഘട്ടങ്ങളിൽ ഈ നടപടി 24 മണിക്കൂറിനകം നടക്കും. കിറ്റി ചേച്ചി, എന്നെ ഇവിടെ വിളിച്ചതിന് ഹൃദയംഗമായ നന്ദി. രാജു ചേട്ടാ, ചേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ധൈര്യം ലഭിച്ചു എന്റെ പരാതി ബോധിപ്പിക്കുവാൻ. ആ സരിത, നീയും ഇനി നിന്റെ അവകാശങ്ങൾ മനസ്സിലാക്കൂ. എന്നിട്ട് മറ്റുള്ളവരോടും പറയൂ. പിന്നെ ഇതാ നമ്പർ, ഇതിൽ പരാതി രജിസ്റ്റർ ചെയ്യൂ ഇപ്പോൾ തന്നെ. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.